ബാലീബന്ധനം. മോളെ, നമുക്ക് ഈ കല്യാണം വേണോ? ഒന്നുകൂടൊന്ന് സമയമെടുത്ത് ആലോചിക്ക്. അച്ഛൻ രാജേന്ദ്രൻ മകൾ കൃഷ്ണയോട് പറയുമ്പോൾ മെല്ലെയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ആലോചിക്കാൻ ഒന്നുമില്ല അച്ഛാ. എനിക്ക് എനിക്ക് കല്യാണത്തിന് സമ്മതമാണ്. അത് കേട്ടതും അമ്മിക്കല്ലെടുത്ത് വെച്ചതുപോലെ ഒരു ഭാരം രാജേന്ദ്രൻ്റെ നെഞ്ചിൽ അനുഭവപ്പെട്ടു. ഇന്നലെയാണ് പാറക്കുട്ടി ബ്രോക്കർ മാളിയക്കലെ ഹരിനാരായണൻ്റെ ആലോചന കൃഷ്ണയ്ക്ക് കൊണ്ടുവന്നത്. കേട്ടപ്പോൾ തന്നെ അവരെ ആട്ടിയിറക്കാൻ തോന്നിയെങ്കിലും അയാൾ ആ നിമിഷം ഒന്നും തന്നെ പ്രതികരിച്ചില്ല. മകൾ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞ് ഈ കല്യാണാലോചന ഒഴിവാക്കാമെന്നായിരുന്നു അയാൾ കരുതിയത്. പക്ഷേ ഈ കാര്യം കേട്ട നിമിഷം തന്നെ ഭാവിയെക്കുറിച്ചൊന്നും ആലോചിക്കാതെ കൃഷ്ണ കല്യാണത്തിന് സമ്മതമാണെന്ന് അറിയിച്ചു. കല്യാണം ചെയ്യുന്നെങ്കിൽ അത് മാളിയക്കലെ ഹരിനാരായണനാവൂന്ന ഒറ്റ വാശിയിലാണ് കൃഷ്ണ. മോളെ, നന്ദിനി ടീച്ചറെ കരുതിയാണ് നീ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. അവർ നമുക്ക് ചെയ്തെന്ന ഉപകാരത്തിൻ്റെ കണക്കുകൾ. പക്ഷെ അതിനുള്ള നന്ദി കാണിക്കേണ്ടത് ഇങ്ങനെയല്ല. മുറിയിലേക്ക് പോയ കൃഷ്ണയുടെ പിന്നാലെ വന്നുകൊണ്ട് അവളുടെ അമ്മ ലത അവളെ ഒന്ന് ഉപദേശിച്ചു. അമ്മയും അച്ഛനും എന്തു പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല. ഉറച്ച ശബ്ദത്തോടെ കൃഷ്ണ മറുപടി നൽകുമ്പോൾ ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് ലതയ്ക്കും മനസ്സിലായിരുന്നു. മാളിയക്കലെ നാരായണപിള്ളയുടെയും നന്ദിനി ടീച്ചറിൻ്റെയും രണ്ടാമത്തെ സന്തതിയാണ് ഹരിനാരായണൻ എന്ന ഹരി. +2 വരെ നന്നായി പഠിക്കുന്നവൻ ഒരുവനായിരുന്നു ഹരി. അമ്മയെപ്പോലെ ടീച്ചിങ് ആയിരുന്നു അവനും ഇഷ്ടം. പക്ഷെ ഡിഗ്രി പകുതി എത്തിയപ്പോൾ അവൻ പഠിപ്പ് നിർത്തി. ഇപ്പോൾ വെള്ളടിയും തല്ലുകേസും ഒക്കെയായി ഈ നാട്ടിലെ തന്നെ നമ്പർ 1 തെമ്മാടിയായി മാറി എന്ന് വേണം പറയാൻ. ഒരാഴ്ച മുന്നേ കുടിച്ച് ബോധമില്ലാണ്ട് രാത്രിയിൽ ഒരു കടത്തിണ്ണയിൽ കിടക്കുന്നത് കണ്ട് രാജേന്ദ്രനാണ് ഹരിയെ മാളിയക്കൽ എത്തിച്ചത്. ഡിഗ്രിക്ക് ചേർന്നപ്പോൾ കിട്ടിയ കൂട്ടുകെട്ടാണ് അവനെ ഇത്രയും മോശമാക്കിയതെന്ന് നന്ദിനി ടീച്ചറും നാരായണപിള്ളയും പറയുന്നത്. നാരായണപിള്ള റിട്ടയർഡ് SI ആണ്. ആ പയ്യനെ നന്നാക്കാൻ വേണ്ടി ഇപ്പോൾ അവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാൻ ടീച്ചറും പിള്ളസാറും തീരുമാനിച്ചു. ആ കല്യാണം കഴിഞ്ഞാൽ തല്ലിപ്പൊളിയായി നടക്കുന്ന ആൺപിള്ളേരൊക്കെ നന്നാവുമല്ലോ. ഇവനും അതുപോലെ നന്നാവുമായിരിക്കും. ഹാളിലിരുന്ന് അമ്മയും അച്ഛനും പറയുന്ന കാര്യങ്ങൾ മുറി കിടക്കുന്ന കൃഷ്ണയ്ക്ക് കേൾക്കായിരുന്നു. നന്ദിനി ടീച്ചറോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവൾ കല്യാണത്തിന് സമ്മതിച്ചത് എന്നാണ് അവർ കരുതിയിരിക്കുന്നത്. കൃഷ്ണയുടെ 10ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായിരുന്ന നന്ദിനി കൃഷ്ണ 10ൽ പഠിക്കുമ്പോഴായിരുന്നു രാജേന്ദ്രന് ഒരു അപകടം സംഭവിച്ചത്. അന്ന് ചികിത്സയ്ക്കും മറ്റുമായി ഒരുപാട് പണം വേണ്ടി വന്നു. കൂലിപ്പണിക്കാരായ രാജേന്ദ്രൻ്റെ കയ്യിൽ ചികിത്സയ്ക്ക് ആവശ്യമായ അത്രയും പണമില്ലായിരുന്നു. അന്ന് നന്ദിനിയാണ് ഓപ്പറേഷനും ബാക്കിയുള്ള ചികിത്സയ്ക്കും വേണ്ടിയുള്ള കാശ് നൽകിയത്. അന്നു മുതൽ കൃഷ്ണയുടെ മനസ്സിൽ ദൈവത്തിന് തുല്യമായ സ്ഥാനമാണ് നന്ദിനിക്ക്. എന്നാൽ നന്ദിനി ടീച്ചറോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല, ഹരിയോടുള്ള ഇഷ്ടം കൊണ്ടുമാണ് കൃഷ്ണ കല്യാണത്തിന് സമ്മതം അറിയിച്ചത്. നന്ദിനി ടീച്ചറെ പരിചയപ്പെടും മുന്നേ കൃഷ്ണയുടെ മനസ്സിൽ പതിഞ്ഞ പ്രണയമായിരുന്നു ഹരിനാരായണൻ. ആരും അറിയാത്ത ഒരു കുഞ്ഞു പ്രണയം. ഹരിയോട് കൃഷ്ണയുടെ മനസ്സിൽ മുട്ടിട്ടത് അവളുടെ 13ാമത്തെ വയസ്സിലാണ്. ഒരിക്കൽ കൂട്ടുകാരുമൊത്ത് അമ്പലത്തിൽ പോയതാ. അന്ന് അവിടുത്തെ കുളത്തിൽ 1000 താമരപ്പൂക്കൾ വിരിഞ്ഞുവെന്ന് കേട്ടതും അത് കാണാനായി കുളത്തിൻ്റെ കടവിലേക്ക് പോയതും കാലൊന്നു വഴുതി ആ വെള്ളത്തിലേക്ക് കൃഷ്ണ വീണു. ആഴമേറിയ കുളത്തിലേക്ക് താണു പോകുമ്പോൾ ആരോ മുടിയിൽ പിടിച്ച് വലിക്കുന്നതറിഞ്ഞെങ്കിലും ആ നിമിഷം കൃഷ്ണയുടെ ബോധം മറിഞ്ഞിരുന്നു. പിന്നെ കൃഷ്ണയ്ക്ക് ബോധം വരുമ്പോൾ അവൾ കൽപ്പടവിൽ കിടക്കുകയാണ്. ചുറ്റും അവളുടെ കൂട്ടുകാരും പേടിയോടെ ഉണ്ടായിരുന്നു. ഞാൻ മരിച്ചില്ലേ? അന്ന് സംശയത്തോടെ കൂട്ടുകാരെ നോക്കി അവൾ ചോദിക്കുമ്പോൾ കൂട്ടുകാരികളിൽ ഒരുവൾ പറഞ്ഞു, ഒന്നും പറ്റിയില്ല കൃഷ്ണ, ദേ ഈ ചേട്ടനാ നിന്നെ രക്ഷിച്ചത്. തൊട്ടരികിൽ നിൽക്കുന്ന 18കാരനെ ചൂണ്ടിക്കാണിച്ചതും കൃഷ്ണ ആ പയ്യനെ ഒന്ന് നോക്കി. തൻ്റെ ജീവൻ രക്ഷിച്ച ആളോട് എന്തോ ഒരു കുഞ്ഞിഷ്ടം ആ നിമിഷം തന്നെ കൃഷ്ണയുടെ മനസ്സിൽ തോന്നിത്തുടങ്ങി. അന്നു മുതൽ കൃഷ്ണ ഹരിനാരായണനെ ശ്രദ്ധിച്ചു തുടങ്ങി. എല്ലാ ശനിയാഴ്ചയും ഹരി അമ്പലത്തിൽ വരുമെന്നറിഞ്ഞ് അവനെ കാണാൻ വേണ്ടി മാത്രം കൃഷ്ണ അമ്പലത്തിൽ പോവാൻ തുടങ്ങി. കൃഷ്ണ വളരുന്നതനുസരിച്ച് ആ പ്രണയവും വളർന്നുകൊണ്ടിരുന്നു. പതിയെ ഹരിയുടെ അമ്പലത്തിലേക്കുള്ള വരവ് നിന്നു. കള്ളും കുടിച്ച് കൂത്താടി നടക്കുന്ന ഹരിയെ കാണുമ്പോഴൊക്കെ ഹൃദയം മുറിഞ്ഞു പോകുന്ന വേദന കൃഷ്ണയ്ക്ക് തോന്നിയെങ്കിലും അവനോട് തോന്നുന്ന പ്രണയം ഒരു തരി പോലും കുറഞ്ഞില്ല. ദൈവമേ, ഹരിയേട്ടനും ഈ കല്യാണത്തിന് സമ്മതിക്കണേ. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം.
അത്രയ്ക്കിഷ്ടാ എനിക്ക് ഹരിയേട്ടനെ. നിറഞ്ഞ കണ്ണുകളോടെ തൻ്റെ ബുക്കുകൾക്കിടയ്ക്കിൽ സൂക്ഷിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ ഫോട്ടോ നോക്കി അവൾ പ്രാർത്ഥിച്ചു. എങ്കിലും ഡിഗ്രിയൊക്കെ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായ ഒരു പെങ്കൊച്ചല്ലേ നമ്മുടെ കൃഷ്ണ. അവളെ ഒരു ഡിഗ്രി എങ്കിലുള്ള ആളെ കൊണ്ട് കെട്ടിച്ചാൽ പോരെ നമുക്ക്? എന്തിനാ ആ കള്ളും കുടിച്ച് കഞ്ചാവടിച്ച് നടക്കുന്ന ഒരുവന് കെട്ടിച്ചു കൊടുക്കുന്നത്? കള്ളുകുടിയും കഞ്ചാവടിയും മാത്രമല്ല, പെണ്ണുപിടി അവനുണ്ടെന്നാ നാട്ടുകാർ പറയുന്നേ. കൃഷ്ണ ഹരിയെ കല്യാണം ചെയ്യാൻ തീരുമാനിച്ചെന്നറിഞ്ഞതും ബന്ധുക്കൾ പലരും ഒരേ സ്വരത്തിൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഡിഗ്രി കൃഷ്ണ ഡിസ്റ്റിങ്ഷനോടെയാണ് പാസ്സായത്. ഇപ്പോൾ PSC ഒക്കെ നോക്കുന്നുണ്ട്. ഒപ്പം താൽക്കാലികമായി അടുത്തുള്ള സഹകരണ സംഘത്തിലും ജോലി ചെയ്യുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ തീരുമാനം മാറ്റുന്നില്ലേ ചേച്ചി. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെയാ ഞാനും രാജേട്ടനും തീരുമാനിച്ചിരിക്കുന്നത്. ബന്ധുക്കളോട് ലത തങ്ങളുടെ തീരുമാനവും അറിയിച്ചു. ഈ ദിവസങ്ങളിൽ നന്ദിനിയും നാരായണനും ഹരിയെ കൊണ്ടൊന്ന് കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ പല വഴി നോക്കിയെങ്കിലും അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. അവസാനം ഹരിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ അച്ഛമ്മയെ കൊണ്ടവർ സംസാരിപ്പിക്കാൻ തീരുമാനിച്ചു. മുത്തശ്ശി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല, കെട്ടാനും പറ്റില്ല. മുത്തശ്ശി കല്യാണക്കാര്യം പറഞ്ഞ് ഹരിയുടെ അരികിൽ വന്നതും ആദ്യമായി അവൻ മുത്തശ്ശിയോട് ദേഷ്യപ്പെട്ടു. മോനെ, എനിക്കിനി അധിക നാളില്ല. എൻ്റെ ജീവിതത്തിലെ അവസാന ആഗ്രഹമാണ് നിന്റെ കല്യാണം കാണണമെന്ന്. അവൻ പറഞ്ഞത് കേട്ടതും ഇടറിയ സ്വരത്തോടെ മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിക്ക് തന്നൊരു വാക്കിൻ്റെ പുറത്താണ് ഇപ്പോഴും ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നത്. ഇനിയും കല്യാണക്കാരി മുത്തശ്ശി ആവർത്തിച്ചാൽ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകും. ദേഷ്യത്തോടെ മറുപടി നൽകിക്കൊണ്ട് ആ മുറിയിൽ നിന്ന് ഹരി ഇറങ്ങിപ്പോകുമ്പോൾ മുത്തശ്ശി കരഞ്ഞു തുടങ്ങിയിരുന്നു. കോണിപ്പടികൾ ഇറങ്ങി താഴെ എത്തുമ്പോഴേക്കും ആ വൃദ്ധയുടെ തേങ്ങൽ അവൻ്റെ കാതിൽ പതിഞ്ഞു. അവൻ്റെ ഹൃദയത്തിൽ കാരമുള്ള കുത്തിക്കയറുന്ന പോലെ ഒരു വേദന തോന്നിയതും തിരികെ പടികൾ കയറി മുത്തശ്ശിയുടെ മുറിക്ക് മുന്നിൽ പോയി നിന്നുകൊണ്ട് ഹരി ഉറക്കെ പറഞ്ഞു, എന്തെന്ന് വെച്ചാൽ ആയിക്കോ, എനിക്ക് കല്യാണത്തിന് സമ്മതമാണ്. അത് പറയുമ്പോൾ ഹരിയുടെ ശബ്ദമിടറി. നിറഞ്ഞ കണ്ണുകളോടെ താഴേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ മുടി കുളിർപ്പിന്നിയിട്ട് നിറം മങ്ങിയ കോട്ടൺ ചുരിദാർ ധരിച്ചുകൊണ്ട് പേടിച്ചു മാത്രം ചിരിക്കുന്ന ഒരുവളുടെ മുഖം ഹരിയുടെ മനസ്സിൽ നിറഞ്ഞിരുന്നു. ശരവേഗത്തിൽ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ ഇരു വീടുകളിലും തുടങ്ങി. വലിയ ആഘോഷങ്ങളില്ലാതെ അമ്പലത്തിൽ വെച്ച് അടുത്ത ബന്ധുക്കളെ മാത്രം ക്ഷണിച്ചുകൊണ്ടുള്ളൊരു കല്യാണമായിരുന്നു. കൃഷ്ണയുടെയും ഹരിയുടെയും നന്ദിനി സമ്മാനിച്ച സ്വർണ്ണ നിറത്തിൽ ബോർഡർ വരുന്നൊരു കസവ് സാരിയാണ് കൃഷ്ണയുടെ വേഷം. മിതമായ ആഭരണങ്ങൾ ധരിച്ച് നിറഞ്ഞ പുഞ്ചിരിയോടെ ഹരിയുടെ മുമ്പിൽ താലിക്കായി അവൾ തല കുമ്പിടുമ്പോൾ ആ ചിരി പക്ഷേ അവൻ്റെ ചുണ്ടിലുണ്ടായിരുന്നില്ല. താലികെട്ട് കഴിഞ്ഞതും സദ്യയ്ക്ക് പോലും നിൽക്കാതെ കൂട്ടുകാർക്കൊപ്പം ഹരി ഇറങ്ങിപ്പോയി. അവൻ്റെ ആ പ്രവൃത്തി കൃഷ്ണയുടെ കണ്ണുകളെ ഏറനണിയിച്ചു. ഈ ബന്ധം വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ, ഇനി നീ ഒറ്റയ്ക്ക് അനുഭവിച്ചോ. കൂട്ടുകാർക്കൊപ്പം പോകുന്ന ഹരിയെ നോക്കി രാജേന്ദ്രൻ കൃഷ്ണയോട് പറഞ്ഞു. ഹരിയേട്ടൻ മാറും, ഞാൻ മാറ്റും. ആ നിമിഷം കൃഷ്ണ മന്ത്രിച്ചു. തൻ്റെ പ്രണയത്തിൽ അവൾക്ക് വിശ്വാസമുണ്ട്. സ്നേഹം കൊണ്ട് അവനെ മാറ്റാൻ പറ്റുമെന്നാണ് കൃഷ്ണ വിചാരിച്ചിരിക്കുന്നത്. നന്ദിനി നൽകിയ നിലവിളക്കുമേന്തി വലതുകാലം വെച്ച് അകത്തേക്ക് മാളിയേക്കൽ വീട്ടിലേക്ക് കയറുമ്പോൾ ഹരികൃഷ്ണയ്ക്കൊപ്പം ഉണ്ടായിരുന്നില്ല. എൻ്റെ കൃഷ്ണ എൻ്റെ പ്രണയം നേടിത്തന്നതുപോലെ ഹരിയേട്ടനെ നന്നാക്കാൻ ഒന്ന് സഹായിക്കണേ. പൂജാമുറി കൊണ്ട് വിളക്ക് വെക്കുമ്പോൾ അവൾ ഒന്ന് പ്രാർത്ഥിച്ചു. കൃഷ്ണ വാ, നിങ്ങളുടെ മുറിയിലേക്ക് പോകാം. സ്നേഹത്തോടെ ഹരിയുടെ ചേച്ചി ഗൗരി പറഞ്ഞത് കേട്ട് കുഞ്ഞൊരു പുഞ്ചിരിയോടെ ഹരിയുടെ മുറിയിലേക്ക് അവൾ ചെന്നു. ഞാനാ ഇന്നീ മുറി വൃത്തിയാക്കിയത്. ഇനി മുതലത് നിന്റെ ഡ്യൂട്ടിയാണേ. ആ ചെറുക്കനാണെങ്കിൽ ഇതൊന്നും ചെയ്യില്ല. മുറിയിലേക്ക് കയറിയതും ഗൗരി പറഞ്ഞു. മറുപടിയായി കൃഷ്ണ അമർത്തിയൊന്നും മൂളി. അവൻ്റെ കൂട്ടുകെട്ടാ അവനെ വഷളാക്കുന്നത്. അവന്മാരുമായിട്ടുള്ള ഹരിയുടെ ചെങ്ങാത്തം നിന്നാൽ ഹരി നന്നാവും. ഞാനുമേ ഒരുപാട് ശ്രമിച്ചതാ ഇവന്മാരുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് കട്ട് ചെയ്യാൻ, പക്ഷെ നടന്നില്ല. നിരാശയോടെ ഗൗരി പറയുമ്പോൾ ഹരിയുടെ കൂട്ടുകാരെ അവനിൽ നിന്നും അകറ്റേണ്ടത് അത്യാവശ്യമാണെന്ന് കൃഷ്ണയ്ക്ക് തോന്നി. നിനക്ക് വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ അലമാരയിലുണ്ട്. ഫ്രഷായി ഡ്രസ്സൊക്കെ മാറിയിട്ടുവാ, ഞാൻ താഴെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി താഴേക്ക് പോകുമ്പോൾ നന്ദിനി നൽകിയ ഹരിയുടെ നമ്പറിലേക്ക് കൃഷ്ണ ആദ്യമായി കോൾ ചെയ്തു. 2-3 പ്രാവശ്യം റിങ് ചെയ്തിട്ടും
ആള് കോൾ എടുക്കാതെ വന്നതും നിരാശയോടെ കൃഷ്ണ ഫോൺ മാറ്റിവെച്ചു. പിന്നെ അലമാരയിൽ നിന്നും ഒരു ഇളം പിങ്ക് നിറത്തിലെ കോട്ടൺ ടോപ്പും ലെഗിൻസും എടുത്ത് കൃഷ്ണ ബാത്റൂമിലേക്ക് പോയി. കുളി കഴിഞ്ഞു വന്നതും സീമന്ത രേഖയിൽ നിന്നും മാഞ്ഞുപോയ കുങ്കുമം അവളൊന്ന് ചോപ്പിക്കുമ്പോൾ അത്രയും നേരം അനുഭവപ്പെട്ട വീർപ്പുമുട്ടലും സങ്കടവും കൃഷ്ണയുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിരുന്നു. മോളെ, നീ വല്ലതും കഴിച്ചിട്ട് മുറിയിലേക്ക് പോകൂ. അവനാ നാശം പിടിച്ചവന്മാരുടെ കൂടെയായിരിക്കും. ഹരിയെ കാത്തിരിക്കുന്ന കൃഷ്ണയ്ക്കരികിൽ വന്നുകൊണ്ട് നന്ദിനി പറഞ്ഞു. സമയം ഇപ്പം തന്നെ 10:30 കഴിഞ്ഞു. അമ്മേ, ഞാൻ ഹരിയേട്ടൻ വന്നിട്ട് കഴിച്ചോളാം. അമ്മ പോയി കിടന്നു. കുഞ്ഞൊരു പുഞ്ചിരിയോടെ കൃഷ്ണ പറയുമ്പോൾ സഹതാപത്തോടെ അവളെ ഒന്ന് നോക്കിയ ശേഷം ഒരു മൂളലോടെ നന്ദിനി സ്വന്തം മുറിയിലേക്ക് പോയി. മിനിറ്റുകൾ മണിക്കൂറുകളായി മാറുമ്പോൾ കൃഷ്ണയുടെ കണ്ണുകളും മെല്ലെ അടഞ്ഞു തുടങ്ങി. പിന്നെ ഞെട്ടലോടെ കണ്ണുകൾ തുറന്ന് കോളിമ്പൽ അമരുന്ന ശബ്ദം കേട്ടതാണ്. ഹരിയേട്ടനാവും എന്നും മന്ത്രിച്ചുകൊണ്ടവൾ എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു. കാലുകൾ നിലക്ക് തുറയ്ക്കാതെ കൂട്ടുകാരൻ്റെ സഹായത്തോടെ ചുവന്ന കണ്ണുകളോടെ നിൽക്കുന്നവനെ കണ്ടത് കൃഷ്ണയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഇന്ന് കുടിച്ചതിന് കണക്കില്ലെന്ന് അവൾക്ക് തോന്നിപ്പോയി. അയ്യോ അളിയ, നമുക്ക് വീട് മാറിപ്പോയോ? കൃഷ്ണയെ കണ്ടതും അടുത്ത് നിന്നവനോടെ ഹരി കുഴഞ്ഞ ശബ്ദത്തോടെ പറഞ്ഞു. വീടൊന്നും മാറിപ്പോയിട്ടില്ല, ഇത് നിന്റെ വീട് തന്നെ. കൂട്ടുകാരൻ്റെ മറുപടി കേട്ടതും സംശയത്തോടെ ഹരി ചുറ്റുമൊന്ന് നോക്കി. ആ, കറക്റ്റാണല്ലോ, ഇതെൻ്റെ വീട് തന്നെ. അല്ല, അപ്പോൾ ഈ പെണ്ണേതാ? സംശയത്തോടെ ഹരി ചോദിച്ചു. ഹരിയുടെ ആ ചോദ്യം വീണ്ടും കൃഷ്ണയുടെ കണ്ണുകളെ കലക്കി. ഇത് നിന്റെ ഭാര്യ. കൂട്ടുകാരൻ പറഞ്ഞത് കേട്ടതും ചെറുചിരിയോടെ ഹരി അവളുടെ നേരെ കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ആ, ഭാര്യയെ? എൻ്റെ പേര് ഹരി. നൈസ് ടു മീറ്റ് യു. അവൻ്റെ നാവ് കുഴയുന്നുണ്ടായിരുന്നു ഓരോ വാക്കും പറയുമ്പോൾ. മറുപടി ഒന്നും പറയാതെ കൃഷ്ണ അവനെ താങ്ങിപ്പിടിച്ചതും കൂട്ടുകാരൻ സ്ഥലം വിട്ടു. താഴെ തന്നെയായിരുന്നു ഹരിയുടെ മുറി. തന്നേക്കാൾ 10-20 കിലോ കൂടുതലുള്ളൊരുവനെ താങ്ങിക്കൊണ്ട് കട്ടിൽ കിടത്തുമ്പോൾ കൃഷ്ണ ആകെ വിഷമിച്ചു പോയിരുന്നു. എന്തിനാ ഹരിയേട്ട ഇങ്ങനെ കുടിച്ച് നശിക്കുന്നേ? ഹരിയുടെ കാലിലെ ഷൂ ഊരി മാറ്റി മുടിയിലൊന്ന് തലോടിക്കൊണ്ട് കൃഷ്ണ ചോദിച്ചു. നശിക്കും, കുടിച്ച് നശിക്കും. പാതി ബോധത്തോടെ ഹരി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നശിക്കാൻ ഞാൻ വിടില്ല. എനിക്ക് വേണം എൻ്റെ ഹരിയേട്ടനെ. അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് കൃഷ്ണ പറഞ്ഞു. പിന്നെ എഴുന്നേറ്റ് പോയി ഹോളിൻ്റെ വാതിലടച്ച ശേഷം മുറി വന്ന് കട്ടിലിൻ്റെ മറ്റൊരറ്റത്ത് അവൾ സ്ഥാനം പിടിച്ചു. എന്തോ ദുസ്വപ്നം കണ്ട് ഹരി രാവിലെ ഞെട്ടി ഉണരുമ്പോൾ സമയം 10 മണിയോടടുത്തിരുന്നു. ഞാൻ എപ്പോഴും എവിടെ വന്ന് കിടന്നേ? മുറി ആകമാനം നോക്കിക്കൊണ്ട് മന്ത്രിക്കുമ്പോൾ ഇന്നലെ രാത്രിയിൽ തന്നെ താങ്ങിക്കൊണ്ടുവന്ന് കട്ടിലിൽ കൃഷ്ണ കിടത്തിയത് ചെറുതായി അവന് ഓർമ്മ വന്നിരുന്നു. ഓ, അപ്പം കെട്ടിലമ്മ ചമഞ്ഞ് തുടങ്ങിയല്ലേ? നിർത്തിത്തരാം, എല്ലാം നിർത്തിത്തരാം. ദേഷ്യത്തോടെ ഹരി മന്ത്രിക്കുമ്പോൾ ബാധ്യ തുറന്ന് അങ്ങോട്ടേക്ക് കൃഷ്ണ വന്നിരുന്നു. അവളുടെ കയ്യിലൊരു ചില്ല് ഗ്ലാസുമുണ്ട്. ഓഫ് വൈറ്റ് നിറത്തിൽ ചെറിയ കറുത്ത പൂക്കൾ വരുന്നൊരു കോട്ടൺ ടോപ്പും ലെഗിൻസുമായിരുന്നു കൃഷ്ണയുടെ വേഷം. കണ്ണിൽ ചെറുതായി മഷി പുരട്ടിയിട്ടുണ്ട്. നെറ്റിയിലൊരു ചന്ദനക്കുറിയും നനഞ്ഞ മുടി കുളിപ്പിന്നൽ പിന്നെ ഇട്ടിരിക്കുകയാണ്. മറ്റ് ചമയങ്ങളൊന്നും തന്നെ അവളുടെ മുഖത്തില്ല. കൃഷ്ണയുടെ വേഷവും ഒരുക്കമൊക്കെ കാണുമ്പോൾ മറ്റൊരു പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ മുഖം അവൻ്റെ മനസ്സിൽ മിന്നിമറിഞ്ഞു. ഞാൻ ഹരിയേട്ടൻ എഴുന്നേറ്റവും നോക്കാൻ വന്നതാ. തലവേദന ഉണ്ടെങ്കിൽ ഇത് കുടിച്ചോ. അവൻ്റെ അടുത്തേക്ക് ആവി പറക്കുന്ന ചായയുമായി ചെല്ലുമ്പോൾ ഇന്നലെ തോന്നിയ ധൈര്യമൊന്നും ഇപ്പം കൃഷ്ണയ്ക്കില്ലായിരുന്നു. അല്പം പേടിയോടെ ചായ അവൻ്റെ നേരെ നീട്ടിയതും ദേഷ്യത്തോടെ ഹരി ആ ഗ്ലാസ്സിനിട്ടൊരു തട്ട് കൊടുത്തതും നിലത്ത് വീണ് ആ ഗ്ലാസ് ഒടിഞ്ഞു. കെട്ടില്ലമ്മ ചമഞ്ഞൻ്റെ അടുത്തേക്ക് വന്നു പോവരുത്. ഇവിടെയുള്ള എല്ലാം കൂടി എന്നെക്കൊണ്ട് നിർബന്ധിച്ച് കെട്ടിച്ചതാ. അല്ലാണ്ട് സ്വന്തം ഇഷ്ടം കൊണ്ട് നിന്നെ കെട്ടിയതൊന്നും അല്ലടി. അതുകൊണ്ട് ഭാര്യ പദവിയൊന്നും തമ്പുരാട്ടി സ്വപ്നം പോലും കണ്ടേക്കരുത്. ദേഷ്യത്തോടെ പറഞ്ഞ് ഹരി ബാത്റൂമിലേക്ക് കയറി വാതിൽ കുട്ടിയടച്ചു. എന്താ മോളെ, അവൻ വഴക്കിട്ടോ നിന്നെ? നിറഞ്ഞ കണ്ണുകളോടെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന കൃഷ്ണയെ നോക്കി നന്ദിനി ടീച്ചർ ചോദിച്ചു. ഇല്ല എന്നർത്ഥത്തോടെ കൃഷ്ണ തലയാട്ടിയെങ്കിലും കരഞ്ഞു പോയിരുന്നവൾ. ഇതാ മോളെ ഇപ്പോഴത്തെ അവൻ്റെ സ്വഭാവം. ഞങ്ങളോടൊക്കെ ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചിട്ട് എത്ര നാളായിന്നറിയോ? നന്ദിനിയുടെ കണ്ണുകളും നിറഞ്ഞു. പണ്ടിങ്ങനൊന്നും അല്ലായിരുന്നല്ലോ ഹരിയേട്ടൻ. കണ്ണുകളൊന്ന് തുടച്ചുകൊണ്ട് കൃഷ്ണ പറയുമ്പോൾ ആവേശത്തോടെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിക്കുന്ന കണ്ണുകൾ അടച്ച്
ശ്രീകോവിലിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്ന, എല്ലാവരോടും സൗമ്യമായി സംസാരിക്കുന്ന പഴയ ഹരിയുടെ മുഖം കൃഷ്ണയുടെ മനസ്സിൽ നിറഞ്ഞു. അന്നാ മുഖത്ത് എപ്പോഴും ഒരു ചിരിയുണ്ടായിരുന്നു. അവൻ്റെ കോളേജിലെ കൂട്ടുകെട്ട് അവനെ ഇങ്ങനെ ആക്കി. അവൻ്റെ ഈ സ്വഭാവം കാരണം ഗൗരി വന്നാൽ ഇവിടെയൊന്നും നിൽക്കത്ത് പോലുമില്ല. കണ്ടില്ലേ, ഇന്നലെ രാത്രി തന്നെ കല്യാണം കൂടാൻ വന്നോളൂ പോയി. ഞങ്ങൾ അവനെ ഉപദേശിക്കുന്നത് കൊണ്ട് അവന് ഞങ്ങളെ ഇഷ്ടമില്ല. നന്ദിനി സങ്കടത്തോടെ പറഞ്ഞു. ഞാൻ അമ്മയെക്കൊണ്ട് പറയിപ്പിക്കാം, മോളോട് ദേഷ്യമൊന്നും കാണിക്കരുതെന്ന്. നന്ദിനി പറയുമ്പോൾ കൃഷ്ണയൊന്ന് അമർത്തി മോളി. മോനെ, ആ കുട്ടി നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ രാവിലെ നീ അതിനോട് ദേഷ്യപ്പെട്ടത്? കുളിച്ചു വസ്ത്രം മാറി കൂട്ടുകാരുടെ അടുത്തേക്ക് പോകാനൊരുങ്ങുന്ന ഹരിയുടെ മുറിയിലേക്ക് വന്നുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു. ഓ, അപ്പോഴേക്കും എന്നെപ്പറ്റി അവൾ മുത്തശ്ശിയുടെ അടുത്ത് പരാതിയും കൊണ്ട് വന്നോ? കൃഷ്ണയോടുള്ള ദേഷ്യം അവൻ്റെ ശബ്ദത്തിൽ നിറഞ്ഞിരുന്നു. ആ പെണ്ണോ? അവൾക്കൊരു പേരുണ്ട്, അത് വിളിച്ചാൽ മതി. പിന്നെ അവൾ പറഞ്ഞൊന്നുമല്ല ഈ കാര്യം. രാവിലെ നീ അവളോട് ചീത്ത പറയണത് ഞാൻ കേട്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഹോളിലിരിപ്പുണ്ടായിരുന്നു. അവൻ കൃഷ്ണയോട് ദേഷ്യപ്പെട്ടതിൽ മുത്തശ്ശിക്ക് ദേഷ്യം തോന്നി. പിന്നെ എൻ്റെ അടുത്ത് കൊഞ്ചിക്കുഴിയുമെന്നാ ഞാൻ ദേഷ്യപ്പെടും. അവൻ മുത്തശ്ശിയെ നോക്കി വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു. ചായ കൊണ്ട് തന്നതാണോടാ കൊഞ്ചിക്കുഴയിൽ? മുത്തശ്ശി ചോദിച്ചു. മുത്തശ്ശിയുടെ ആ ചോദ്യത്തിന് മൗനമായിരുന്ന ഹരിയുടെ മറുപടി. എടാ, അതൊരു പാവം കൊച്ചാ, നീ അതിനോട് കുറിച്ച് സ്നേഹത്തോടൊക്കെ സംസാരിക്കുക. ഇങ്ങനെ ദേഷ്യപ്പെടാതെ അതിനെ ഒന്ന് സ്നേഹിക്കാൻ നോക്കടാ. മുത്തശ്ശി പറഞ്ഞ വാചകങ്ങൾ കേട്ടതും ഒരു പുച്ഛച്ചിരി ഹരിയുടെ ചുണ്ടിൽ വിരിഞ്ഞു. സ്നേഹത്തോടെ പെരുമാറണോ? ഇല്ലാത്ത സ്നേഹം ഞാൻ എവിടുന്ന് ഉണ്ടാക്കിയെടുക്കാനാ? കരഞ്ഞു കാണിച്ച് കല്യാണത്തിന് സമ്മതിപ്പിക്കാം, പക്ഷെ ആരുടെ കണ്ണീര് കണ്ടാലും ഇല്ലാത്ത സ്നേഹം ഉണ്ടാവില്ല. കുറച്ച് കനത്തിലവൻ പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ തൻ്റെ പ്രവൃത്തി തെറ്റായിരുന്നുവെന്ന് മുത്തശ്ശിക്ക് തോന്നിപ്പോയി. അന്ന് രാത്രിയും ഏറെ വൈകിയാണ് ഹരി വന്നത്, അതും 4 കാലിൽ. ഹരിയേട്ട, ഇന്നും കുടിച്ചോ? വാതി തുറന്നതും കാലം നിലത്തുറയ്ക്കാതെ ഇപ്പോൾ വീഴുവെന്ന അവസ്ഥയിൽ നിൽക്കുന്നവനെ നോക്കി സങ്കടത്തോടെ കൃഷ്ണ ചോദിച്ചു. കുടിച്ചു, വയറ് നിറയെ കുടിച്ചു. ഞാൻ കുടിയനല്ലേ? കുടിയന്മാർക്ക് കുടിക്കാതെ പറ്റില്ലല്ലോ. നാവ് കുഴയുന്നുണ്ടായിരുന്നു അവൻ ഓരോ വാക്കും പറയുമ്പോൾ. ആ സമയം പുറത്തേക്കിറങ്ങുമ്പോൾ കൂട്ടുകാരാരെങ്കിലും ആ പരിസരത്തുണ്ടോ എന്ന് അവൾ നോക്കി. ഗേറ്റിന് പുറത്ത് ബൈക്ക് സ്റ്റാർട്ടാകുന്ന ശബ്ദം കേട്ടതും കൃഷ്ണയ്ക്ക് മനസ്സിലായി അവരാണ് ഹരിനാരായണനെ ഇവിടെ കൊണ്ട് ചാരി വെച്ചതെന്ന്. അവനെ താങ്ങിപ്പിടിച്ച് അകത്തേക്ക് കയറ്റാൻ ശ്രമിച്ചതും ദേഷ്യത്തിൽ ഹരി അവളെ ഉന്തി മാറ്റിയതും കൃഷ്ണ നിലത്തേക്ക് വീണുപോയി. എന്നെ പിടിക്കാൻ ആരും വരണ്ട, എനിക്കറിയാം അകത്തേക്ക് പോവാൻ, കുഴഞ്ഞ ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് വീണു വീണില്ല എന്ന മട്ടില് 4 കാലിൽ ഹരി മുറിയിലേക്ക് നടന്നു. എങ്ങനെയൊക്കെയോ കൈകുത്തി എഴുന്നേറ്റ് വന്നവൾക്ക് ശരീരത്തിന് വല്ലാത്തൊരു വേദന തോന്നി. ആ നിമിഷവും കൃഷ്ണയുടെ കണ്ണുകൾ നിറഞ്ഞു. വാതിലടച്ച മുറിയിലേക്ക് ചെല്ലുമ്പോൾ കട്ടിലേക്ക് ഹരി കിടന്നിരുന്നു. എടി, ഇവിടുത്തെ സ്വത്ത് കണ്ടല്ലേ നീ എന്നെ കെട്ടിയത്? എനിക്കറിയാത് എന്നു പറഞ്ഞ് ഹരി കണ്ണടയ്ക്കുമ്പോൾ ശരീരത്തിന് തോന്നിയതിനേക്കാൾ വേദന കൃഷ്ണയ്ക്ക് മനസ്സിന് തോന്നി തുടങ്ങി. അതോ നിന്നെ ആരും കെട്ടാൻ വരാത്തതുകൊണ്ടാണോടി എന്നെപ്പോലൊരു കുടിയനെ കെട്ടിയത്? കണ്ണുകൾ പാതിയടിച്ചുകൊണ്ട് ഹരി ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം നേരം പുലരുമ്പോൾ നൽകാമെന്ന് കൃഷ്ണ കരുതി. പതിവ് പോലെ ശക്തമായ തലവേദനയോടെയാണ് അന്നും ഹരി ഉറക്കമുണർന്നത്. തലവേദന തോന്നുന്നുണ്ടെങ്കിൽ ചായ അവിടെ വെച്ചിട്ടുണ്ട്, എടുത്തു കുടിച്ചോ. ജനാലയിൽ ചാരുന്നെന്ന് പറയുന്നവളുടെ ശബ്ദം ഹരിയുടെ കാതിൽ പതിഞ്ഞതും അവൻ്റെ നോട്ടം അവളിലേക്കായി. എനിക്ക് വേണമെങ്കിൽ ഞാനെടുത്ത് കുടിച്ചോളാം, നീ എന്നെ കൂടുതൽ കുടിപ്പിക്കണ്ട. ദേഷ്യത്തോടെ കൃഷ്ണയെ നോക്കി ഹരി പറഞ്ഞു. എന്നോട് എന്തിനാ ഹരിയേട്ടാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതിൻ്റെ കാരണം എനിക്കറിയണം. ഇഷ്ടത്തോടല്ലേ ഹരിയേട്ടൻ ഈ കല്യാണത്തിന് സമ്മതിച്ചേ? ഹരിക്ക് മുന്നിലായി ചെന്ന് നിന്നുകൊണ്ട് കൃഷ്ണ ചോദിച്ചു. അതിൻ്റെ ഉത്തരം മഹാറാണിക്കറിയില്ലേ? നീ എന്തു കൊടുത്താടി ഇവിടെ ഉള്ളവരെയെല്ലാം വശത്താക്കിയത്? ഇവിടെ മുത്തശ്ശി കരഞ്ഞു കാണിച്ച എന്നെക്കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിച്ചേ, അല്ലാതെ നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാനിതിന് സമ്മതിച്ചൊന്നുമല്ല. ദേഷ്യത്തോടെ അവൻ മറുപടി നൽകി. മുത്തശ്ശി മുത്തശ്ശി കരഞ്ഞു കാണിച്ചത് കൊണ്ടാണോ അപ്പം കല്യാണത്തിന് സമ്മതിച്ചത്? ഒരു തേങ്ങലോടെ കൃഷ്ണ ചോദിച്ചു.
കല്യാണത്തിൻ്റെ അന്ന് തൊട്ടുള്ള എൻ്റെ പ്രവൃത്തി കണ്ടിട്ട് അത് മനസ്സിലാക്കാൻ പറ്റാത്തത്ര പൊട്ടിയാണോടി നീ? ഹരി ചോദിക്കുമ്പോൾ കൃഷ്ണയുടെ മിഴികൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അങ്ങനായിരുന്നെങ്കിൽ കല്യാണത്തിന് മുന്നേ എന്നോട് വന്നൊന്ന് പറയായിരുന്നില്ലേ? തേങ്ങലോടെ അവൾ ഹരിയെ നോക്കി. പറഞ്ഞിരുന്നെങ്കിൽ നീ ഒഴിഞ്ഞു പോവായിരുന്നോ? ഇവിടുത്തെ സ്വത്ത് കണ്ട് കണ്ണും മഞ്ഞളിച്ച് വന്നതല്ലേ നീ? ഹരി ദേഷ്യത്തോടെ അവളെ വീണ്ടും നോക്കി. ഞാനിവിടുത്തെ സ്വത്ത് കണ്ടിട്ടൊന്നുമല്ല ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എനിക്ക് ഹരിയേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. കരഞ്ഞുകൊണ്ട് കൃഷ്ണ പറയുന്ന കേട്ടതും എന്തോ തമാശ കേട്ടതുപോലെ ഹരി ചിരിച്ചു. ഇഷ്ടമോ? അതും 24 മണിക്കൂറും കുടിച്ചു കൂത്താടി നടക്കുന്ന എന്നോടോ? അവൻ്റെ ശബ്ദത്തിൽ പുച്ഛവും പരിഹാസവും കലർന്നു. ഹരിയേട്ടന് വിശ്വസിക്കാൻ പറ്റില്ലെന്നറിയാം, പക്ഷേ സത്യം, എനിക്ക് ഹരിയേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഇഷ്ടമല്ല. എനിക്ക് 14 വയസ്സുള്ളപ്പോൾ തൊട്ട് തുടങ്ങിയ. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ തുടർന്നു. ഹരിയേട്ടന് ഓർമ്മയുണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈം, അന്ന് ഹരിയേട്ടൻ കോളേജിലാണ്. ഞാൻ നമ്മുടെ അമ്പലക്കുളത്തിൽ വീണു. അന്ന് ശരിക്കും ആഴമുള്ള കുളമായിരുന്നു. താഴ്ചയിലേക്ക് ഞാൻ പോകുമ്പോൾ ഈ ജീവിതം അവസാനിച്ചെന്ന് തോന്നിയ സമയത്ത് ഹരിയേട്ടൻ വന്ന് എന്നെ രക്ഷിച്ചു. ജീവൻ രക്ഷിച്ച ആളോട് തോന്നിയ ആരാധന പിന്നെ അത് ഇഷ്ടമായി. ഞാൻ വളരുന്നതനുസരിച്ച് ആ ഇഷ്ടവും വളർന്നു. ഈ നിമിഷം വരെ ഒരു തരി പോലും ആ ഇഷ്ടത്തിൽ നിന്ന് കുറഞ്ഞിട്ടില്ല. കണ്ണുനീർ തുടച്ചുകൊണ്ട് കൃഷ്ണ പറയുമ്പോൾ ഹരി സംശയത്തോടെ അവളെ ഒന്ന് നോക്കി. അമ്പലക്കുളത്തിൽ മുങ്ങിത്താഴുന്ന ഒരു കൊച്ചു പെൺകുട്ടിയെ രക്ഷിച്ചത് ഇന്നും ഹരിയുടെ മനസ്സിൽ മായാതെയുണ്ട്. കാശിനു വേണ്ടിയല്ല, സ്വത്ത് കണ്ടല്ല അവൾ തന്നെ വിവാഹം കഴിച്ചതെന്ന് ആ നിമിഷം ഹരിക്ക് മനസ്സിലായെങ്കിലും അവളുടെ പ്രണയം ഒരിക്കലും അംഗീകരിക്കാൻ അവന് സാധിച്ചില്ല. എങ്കിലാ ഇഷ്ടം മറന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നോക്ക്. എനിക്ക് നിന്നെയെന്നല്ല, ലോകത്തൊരു പെണ്ണിനേനി വേണ്ട. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ഹരി പോവാൻ തുടങ്ങിയതും കൃഷ്ണ പറഞ്ഞു, എൻ്റെ വീട്ടുകാർ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാനായിട്ട് നിർബന്ധിച്ച് നടത്തിയ കല്യാണമായത്. എനിക്കതുകൊണ്ട് നിങ്ങളുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ഇനി അങ്ങോട്ട് പോവാൻ പറ്റില്ല. പിന്നെ ഹരിയേട്ടൻ എന്നെ സ്നേഹിക്കാൻ ഞാൻ വാശി പിടിക്കില്ല. എനിക്ക് ഹരിയേട്ടനെ സ്നേഹിക്കാമല്ലോ. കണ്ണുനീർ തുടച്ചുകൊണ്ട് കൃഷ്ണ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആഴ്ചകളും മാസങ്ങളും ശരവേഗത്തിൽ കടന്നുപോയി. ഹരിയുടെ മദ്യപാനം കൂടിയതല്ലാതെ ഒരു തരിമ്പ് പോലും കുറഞ്ഞില്ല. കൃഷ്ണയോടുള്ള അവൻ്റെ പെരുമാറ്റത്തിലും മാറ്റമൊന്നുമില്ലെങ്കിലും അവൾക്ക് അവനോടുള്ള സ്നേഹം കുറഞ്ഞില്ല. പതിവ് പോലെ ഹരിയുടെ വരവിനായി കൃഷ്ണ കാത്തിരിക്കുമ്പോൾ പുറത്ത് ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. വേഗം പോയി വാതിൽ തുറന്നു. അപ്പോഴേക്കും ഹരിയെ അവൻ്റെ കൂട്ടുകാർ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അവളെ ശ്രദ്ധിക്കാതെ ഹരി ആടിയാടി സ്വന്തം മുറിയിലേക്ക് നടക്കുമ്പോൾ വാതിലടച്ചുകൊണ്ട് അവന് പിന്നാലെ കൃഷ്ണയും ചെന്നു. ഷൂ പോലെ ഊരാതെ കട്ടിലേക്ക് ഹരി കിടന്നതും അവിടത്തേക്ക് ചെന്ന് അവൻ്റെ ഷൂ അവൾ ഊരി മാറ്റി. പിന്നെ കട്ടിലിന് വട്ടം കിടക്കുന്നവനെ നേരെ കിടത്താൻ ശ്രമിച്ചതും അവൻ്റെ പിടി കൃഷ്ണയുടെ കൈത്തണ്ടയിൽ മുറുകി. എന്നത്തെയും പോലെ അവളെ ഉന്തി മാറ്റാതെ തൻ്റെ ശരീരത്തിലേക്ക് ഹരി വലിച്ചിടുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കൃഷ്ണയ്ക്ക് സാധിക്കുമായിരുന്നില്ല. ആർദ്രമായി കൃഷ്ണയുടെ മുഖത്ത് നോക്കുന്നവൻ അവളിൽ മറ്റൊരാളെ കാണാൻ തുടങ്ങിയതും കൃഷ്ണയുടെ ഇടുപ്പിലുള്ള ഹരിയുടെ പിടിമുറുക്കി. പതിയെ അവളുടെ അധരങ്ങൾ അവൻ്റെ അധരത്തിൽ പതിയാൻ തുടങ്ങി. ഹരിയേട്ടാ, എന്തായി കാണിക്കുന്നേ? വിട്ടേ. സ്വബോധത്തോടെയല്ല ഹരി പ്രവർത്തിക്കുന്നതെന്നറിയാവുന്നതുകൊണ്ട് അവനിൽ നിന്നും കൃഷ്ണ കുതിറി മാറി. ലച്ചു, എന്നെ വിട്ടു പോവല്ലേ നീ, പ്ലീസ്. കണ്ണുകൾ അടച്ച് അസ്വസ്ഥമായി ഹരി മന്ത്രിക്കുന്നത് കൃഷ്ണ കേട്ടതും അവളുടെ ശരീരം തളർന്നു പോകും പോലെ തോന്നി. ലച്ചു, ആ പേര് കൃഷ്ണയുടെ മനസ്സിൽ പതിഞ്ഞു. ആരാ ലച്ചു? ഹരിയേട്ടൻ്റെ കാമുകിയാണോ എന്ന ചോദ്യം കൃഷ്ണ സ്വയം ചോദിക്കാൻ തുടങ്ങി. ലച്ചു. അബോധാവസ്ഥയിലും ഹരി ആ പേര് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. എന്നത്തെയും പോലെ കഠിനമായ തലവേദനയോടെയാണ് പിറ്റേ ദിവസം പുലർച്ചെയും ഹരി ഉണർന്നത്. ആദ്യം തന്നെ അവൻ്റെ കണ്ണിൽ പതിഞ്ഞത് കരഞ്ഞു തളർന്ന കണ്ണുകളോടെ തൻ്റെ മുമ്പിലിരിക്കുന്ന കൃഷ്ണയാണ്. ആരാ ഹരിയേട്ടായി ലച്ചു? തളർന്ന ശബ്ദത്തോടെ കൃഷ്ണ ചോദിച്ചു. ലച്ചു? കൃഷ്ണ അവളെപ്പറ്റി എങ്ങനെ അറിഞ്ഞുവെന്ന ചിന്തയോടെ ഹരി അവളെ നോക്കി. ഇന്നലെ ഹരിയേട്ടൻ
ആ പേര് ഉറക്കത്തിൽ ഒരുപാട് വട്ടം പറഞ്ഞു. ആരാ ലച്ചു? ഹരിയേട്ടൻ സ്നേഹിച്ച പെണ്ണാണോ? നിറഞ്ഞു തുളുമ്പുന്ന മിഴികളോടെ കൃഷ്ണ തൻ്റെ സംശയം അവനോട് ചോദിച്ചു. സ്നേഹിച്ചിരുന്ന പെണ്ണല്ല, ഹരി സ്നേഹിക്കുന്ന പെണ്ണ്. കനത്തിൽ പറഞ്ഞുകൊണ്ട് ഹരി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി വാതിൽ കൊട്ടിയടയ്ക്കുമ്പോൾ ഈ നിമിഷം ഭൂമി പിളർന്ന് താൻ താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് കൃഷ്ണ ആശിച്ചു പോയി. പതിവ് പോലെ കുളിച്ചൊരുങ്ങി കൂട്ടുകാർക്കൊപ്പം ഹരി പോയെങ്കിലും കൃഷ്ണ അന്ന് ഇരുന്നിടത്ത് നിന്ന് അനങ്ങിയില്ല. ഓഫീസിലേക്ക് പോലും പോവാൻ അവൾക്ക് തോന്നിയില്ല. രാവിലെ ആഹാരം കഴിക്കാൻ പോലും കൃഷ്ണ വരാത്തതുകൊണ്ട് നന്ദിനി അവളെ അന്വേഷിച്ച് മുറിയിലേക്ക് വന്നു. അപ്പോൾ കാണുന്ന കാഴ്ച കരഞ്ഞു തളർന്ന് കട്ടിലിരിക്കുന്ന കൃഷ്ണയെയാണ്. അയ്യോ, എന്തിനാ മോളെ നീ കരയുന്നേ? ഹരി നിന്നെ വഴക്കിട്ടോ അത് തല്ലിയോ എന്ന ചോദ്യങ്ങളൊക്കെ നന്ദിനി കൃഷ്ണയുടെ മുന്നിലേക്ക് ഇരുന്നു. അമ്മ, ഹരിയേട്ടന് വേറൊരു പെണ്ണിനെ ഇഷ്ടമാണ്. കരഞ്ഞുകൊണ്ട് അവൾ പറയുമ്പോൾ ഒന്നും പറയാതെ നന്ദിനി മിഴികൾ താഴ്ത്തുന്നത് കണ്ടതും സംശയത്തോടെ കൃഷ്ണ അവരെ നോക്കി. അമ്മയ്ക്ക് ഇക്കാര്യം നേരത്തെ അറിയായിരുന്നോ? ഒരു മൂളലോടെ നന്ദിനി തലയാട്ടി. അങ്ങനെയാണെങ്കിൽ ആ കല്യാണം നടത്തിക്കൊടുത്താൽ പോരായിരുന്നു. ഹരിയേട്ടനെ കുട്ടി അത്രയ്ക്ക് ഇഷ്ടമാണെന്നാ തോന്നുന്നേ. ഹരിയേട്ടൻ ഇപ്പോഴും സ്നേഹിക്കുന്ന പെൺകുട്ടിയാ ലച്ചു. ഹരിയേട്ടൻ എന്നോട് തുറന്നു പറഞ്ഞു. കവളുകൾ തുടച്ചുകൊണ്ട് കൃഷ്ണ പറഞ്ഞു. ആ കല്യാണം നടത്തിക്കൊടുക്കാൻ സാധിക്കില്ല മോളെ, ഒരിക്കലും നടത്തിക്കൊടുക്കാൻ സാധിക്കില്ല. ലക്ഷ്മി ആ പെൺകുട്ടി